നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 688 688. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 14-ാം അധ്യായം തുടങ്ങണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. രാജോവാച മന്വന്തരേഷു ഭഗവൻ യഥാ മന്വാദയസ്തു മേ യസ്മിൻ കർമ്മണി യേന നിയുക്താസ്തത് വദസ്വമേ. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ സർവജ്ഞ ഭഗവൻ, ഹേ സർവജ്ഞ, മന്വന്തരങ്ങളിൽ ഈ മനു മുതലായവർ യാതൊരുവനാൽ യാതൊരു കർമ്മത്തിൽ നിയോഗിക്കപ്പെടുന്നവരോ അതിനെ എന്നോട് പറഞ്ഞാലും. ആരാൽ നിയോഗിക്കപ്പെടുന്നു, ഏതേത് പോസ്റ്റുകളിൽ എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ അന്തരാർത്ഥം വരിക. അപ്പോൾ അതിൻ്റെ ഒരു പ്രിയാമ്പിൾ പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വശവർത്തികളായ മന്വാദികളുടെ പ്രവർത്തികൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. മനു സ്മൃതി എന്ന് പറഞ്ഞാൽ മനുവിനെ പറ്റിയിട്ടുള്ള സ്മരണ. അതാണ് ബുദ്ധിയില്ലാത്ത ചില കഴുതകൾ കത്തിക്കണത്. ഞാൻ പറഞ്ഞ വേർഡ് കുറച്ച് ജാസ്തിയായി എന്ന് എനിക്ക് തോന്നണില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, മനുസ്മൃതി. അപ്പോൾ മനുവിൻ്റെ സ്മൃതി ആവുമ്പോൾ ആ മനുക്കൾ ആരാണ്? ഭഗവത് വശവർത്തികളാണ്. അല്ലാണ്ട് ഒരാളുടെ അഭിപ്രായം അല്ല. അത് ധർമ്മനീതിയാണ് പറഞ്ഞത്. അതിനെ കത്തിച്ചത് കൊണ്ട് ധർമ്മം നശിക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ സനാതന ധർമ്മിസ്റ്റുകളായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈശ്വര വശവർത്തികളുടെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തത്? അവിടെയാണ് പ്രശ്നം. പക്ഷേ ഞാൻ വളരെ അൺപാർലമെൻ്ററി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. എൻ്റെ മനസ്സിലുള്ള വൈഷമ്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്ര വലിയൊരു ഭാരത ഭൂമിയിൽ ജനിച്ചിട്ട് ഭാരതവാസികളെന്ന് ഊറ്റം കൊല്ലാൻ സാധിക്കണില്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഈ സനാതന ധർമ്മത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞാലത്തെ സങ്കടം ആരോട് പറയും? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോർട്ടിക്കോവിൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെയും ഭക്തകവിയായിട്ടുള്ള പൂന്താനത്തിൻ്റെയും ഫോട്ടോ വെച്ചപ്പോൾ ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്, നോർമലാണ്. പക്ഷേ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ സ്ലിപ്പർ ഇട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇവരെ ചുമരിൽ കയറ്റി വെച്ച് അവരുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അതൊരു ദേവാലയമാണെന്ന് തോന്നിയിട്ട് കാലിൽ ചെരുപ്പിടാൻ സാധിക്കണില്ല. യു ജസ്റ്റ് ഇമാജിൻ ദി പവർ. ആരുടെ? ഗുരുസ്ഥാനീയന്മാരുടെ, ആചാര്യന്മാരുടെ. ഈ ഭാഗവതം പഠിച്ചു പറഞ്ഞ മാത്രമല്ല ആചാര്യൻ. തുഞ്ചത്തെഴുത്തച്ഛൻ ആരാണ്? ആചാര്യസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ശങ്കരാചാര്യർ കഴിഞ്ഞാൽ ആചാര്യ പദവി ആർക്കുള്ളൂ? എഴുത്തച്ഛനാണ്. ഇതാർക്കറിയാം? പറഞ്ഞോഷയോ? അപ്പോൾ വളരെ വൈകാരികമായിട്ട് മനസ്സിലാക്കേണ്ട സത്യങ്ങളാണിതൊക്കെ. അപ്പം എന്തായാലും ഭഗവത് വശവർത്തികളായ, അത് അണ്ടർലൈൻ ചെയ്യണം, ഭഗവത് വശവർത്തികളായ മന്വാദികളുടെ പ്രവർത്തികൾ രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ശ്രീ ശുക മഹർഷി ഉപദേശിക്കുന്നു. എന്നായി. രാജാവ് പറഞ്ഞു, ഹേ ഭഗവൻ,
ഓരോ മന്വന്തരങ്ങളിലും മനു മുതലായ ഓരോരുത്തർക്കും പ്രവൃത്തി എന്താകുന്നു, ആരെ ഏതേത് പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നു എന്ന സംഗതി എന്നോട് അരുളി ചെയ്യണം. ഋഷിരുവാച. അപ്പോൾ ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയണു. ശ്ലോകം 2. മനവോ മനുപുത്രാശ്ച മുനയശ്ച മഹീപതേ ഇന്ദ്രാസുരഗണാശ്ചൈവ സർവേ പുരുഷശാസനാഃ. പറയണു, എല്ലാവരും ഈശ്വരൻ്റെ ശാസനയോടുകൂടിയവരാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഈശ്വരൻ്റെ ശാസനയോടുകൂടി. അപ്പോൾ ഈശ്വരൻ്റെ ശാസനയ്ക്ക് വശംവദരാവാത്തവരൊക്കെ രാക്ഷസന്മാരാണ്, അസുരന്മാരാണ്, ചണ്ടാളന്മാരാണ്. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. എന്താണ് ഭാവാർത്ഥം നോക്കിക്കോളൂ. ഹേ ഭൂമിപതേ, ഭൂമിക്ക് അധികാരിയായിട്ടുള്ളവൻ, രാജാവേ, പരീക്ഷിത് മഹാരാജാവേ, മനുക്കൾ, മനുപുത്രന്മാർ, സപ്തർഷികൾ, ഇന്ദ്രന്മാർ, ദേവസമൂഹങ്ങൾ ഇവരെല്ലാവരും ഭഗവാന്റെ ആജ്ഞ അനുസരിപ്പാനുള്ളവരാകുന്നു. പ്രജകൾ രാജശാസന അനുസരിക്കുന്നത് പോലെ ഭഗവാന്റെ ശാസന അനുസരിച്ച് പ്രവർത്തിപ്പാനുള്ളവരാണെന്ന് സാരം. മന്വാദികളെ ആർ പ്രവർത്തികളിൽ നിയോഗിക്കുന്നുവെന്ന ചോദ്യത്തിന് ഭഗവാൻ എന്നുള്ള ഉത്തരം ഒന്നാമതായി പറഞ്ഞിരിക്കുന്നു. ദി ഫോർമോസ്റ്റ് പോയിൻ്റാണ്, അതിപ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റാണത്. 3-ാമത്തെ ശ്ലോകം. യജ്ഞാദയോ യാഖദിത പൗരുഷ്യസ്തനവോ നൃപ മന്വാദയോ ജഗൽ യാത്രാം നയന്ത്യാഭിപ്രചോദിതാഹം. യജ്ഞൻ ആദിയായ പുരുഷ സംബന്ധികളായ യാതൊരു മൂർത്തികൾ പറയപ്പെട്ടുവോ, ഈ മൂർത്തികളാൽ പ്രകർഷേണ പ്രേരിപ്പിക്കപ്പെടുന്ന മനു മുതലായവർ ലോകഗതിയെ നയിക്കുന്നു. ലോകഗതിയെ നയിക്കാൻ കഴിവുള്ളവരാണ് മന്വാധിപന്മാർ. അവർ പറഞ്ഞ ശാസന നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് ഒന്നേ പറയുള്ളൂ, ഗോ ടു ഹെൽ. അതിനുള്ള പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭാഗവതത്തിൽ നിന്ന്. എങ്ങനെ പഠിക്കണം? ഭാഗവതം പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഭഗവാൻ ഏതുവിധം മന്വാദികളെ നിയോഗിക്കുന്നുവെന്നത് വിശദമാക്കുന്നു. ഹേ രാജൻ, യജ്ഞാദികളായ യാതൊരു പുരുഷാവതാരങ്ങളെ ഞാൻ മുമ്പ് അങ്ങയോട് പറഞ്ഞുവോ, ആ അവതാരമൂർത്തികളാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് മനു മുതലായവർ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉതകുന്ന പ്രവർത്തികൾ നടത്തുന്നു. അപ്പം ലോകത്തിൻ്റെ താളഗതിക്ക് ഭ്രംശം വരുന്നത് എന്തുകൊണ്ടാണ്? മനുസ്മൃതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇന്ന് സ്ത്രീജന്യമായ ആക്ഷേപങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താ? മനുസ്മൃതിയുടെ മോശമാണ്. 4 വയസ്സായ ഒരു കുട്ടീനെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മനുസ്മൃതി വായിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. 17 വയസ്സായിട്ട് ഒരേ കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? അജ്ഞത. അജ്ഞതയ്ക്ക് കാരണം എന്താ? പുരാണ ഇതിഹാസങ്ങളിൽ അഗാധ അറിവ് ഇല്ലായ്മ. അതന്നെ. അപ്പോൾ രാജകൽപ്പന പ്രകാരം രാജപുരുഷന്മാർ ഭൂപരിപാലനം ചെയ്യാൻ ഉപകരിക്കുന്ന പ്രവർത്തികൾ നടത്തുന്നത് പോലെ ലോകം മര്യാദ തെറ്റാതെ ഇരിക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തികൾ മന്വാദികളെ കൊണ്ട് ഭഗവത് അവതാരമൂർത്തികൾ നടത്തിക്കുന്നുവെന്ന് സാരം. 4-ാമത്തെ ശ്ലോകം. ചതുർയുഗാന്തേ കാലേന ഗ്രസ്താൻ ശ്രുതിഗണാൻ യഥാ തപസ്സാ ഋഷയോ അപശ്യൻ യഥോ ധർമ്മസനാതനാം. കാലത്താൽ ഗ്രസിക്കപ്പെട്ട വേദസമൂഹങ്ങളെ 4 യുഗത്തിൻ്റെ അവസാനത്തിൽ ഋഷികൾ തപസ്സുകൊണ്ട് കണ്ടുപിടിച്ചു. ഋഷികൾ തപസ്സുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്.
യാതൊന്നിൽ നിന്ന് ശാശ്വതമായ ധർമ്മം ഉണ്ടാകുന്നു. ഋഷിപ്രോക്തമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റില്ല. പ്രണോഷയം. അതിൻ്റെ ഭാവാർത്ഥം ഓരോരുത്തരുടെ പ്രത്യേക പ്രവർത്തികൾ കാണിക്കുന്നു. ധർമാധർമ്മങ്ങൾ ഉപദേശിക്കുന്ന ശാശ്വത ശബ്ദപ്രമാണമായ വേദത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ 4 യുഗമാകുന്ന ദീർഘകാലം കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. ചതുർയുഗാവസാനത്തിൽ വേദോക്ത ധർമ്മങ്ങൾ ലോകത്തിൽ നഷ്ടപ്രായങ്ങളായിരിക്കും. കൃതയുഗാരംഭത്തിൽ ഋഷികൾ തപപ്രഭാവത്താൽ ആ വേദവിഭാഗങ്ങൾ കണ്ടുപിടിച്ച് ലോകത്തിൽ ഉപദേശമാർഗത്തിൽ കൂടി വേദമന്ത്രങ്ങൾ പ്രചരിപ്പിക്കും. ആ ശ്രുതിഗണങ്ങളിൽ നിന്ന് ശാശ്വതമായ ധർമ്മത്തിൻ്റെ പ്രചാരം വീണ്ടും ലോകത്തിൽ ഉണ്ടാവും. അപ്പോൾ യാഗങ്ങളും യജ്ഞങ്ങളും അതിലുപകരിക്കുന്ന മന്ത്രങ്ങളും വശമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ കലിയുഗത്തിനെ സന്തരണം ചെയ്യാൻ കലിസന്തരണ ഉപനിഷത്ത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ജപിക്കുന്നത് ഉപയോഗപ്രദമാണെന്ന് പറയണു. ഞാനത് മനസ്സിലാക്കി. എനിക്ക് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഉപയോഗമുണ്ട്, ഉപകാരമുണ്ട്. പക്ഷേ നിങ്ങളത് വിശ്വസിക്കാത്തത് ഒന്നുമുള്ള ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്ക് ഏറ്റെടുക്കാത്തത് കാരണം. ഇത് പറഞ്ഞാൽ ഞാൻ വ്യക്തിഗതമായിട്ടല്ല പറഞ്ഞത്, ഇൻ ജനറൽ. അല്ലെങ്കിൽ എനിക്ക് പറയാൻ സന്ദർഭങ്ങൾ കിട്ടുന്നില്ല, വേദികൾ കിട്ടുന്നില്ല. എല്ലാവർക്കും ഇല്ലേ, എത്രയോ ആൾക്കാർ ആചാര്യന്മാരുടെ പിന്നാലെ ഓടുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയും വാശിയോടുകൂടി സപ്താഹ സ്റ്റേജുകൾ ലക്ഷക്കണങ്ങൾ മുടക്കി ചെയ്യുന്നുണ്ട്. എല്ലാം കച്ചക്കപടം. യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ നാമങ്ങളിൽ കൂടി ഈശ്വരൻ്റെ ഗുണഗണങ്ങളെ ആവാഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതറിയണം. എന്തോട്ടെ. അപ്പോൾ ഇവിടെ ശ്ലോകം 5 എന്താ പറഞ്ഞാൽ നോക്കുക. തതോ ധർമ്മം ചതുഷ്പാദം മനവോ ഹരിണോദിതാ യുക്ത സഞ്ചാരയന്ധ്യാസ്വേ കാലേ മഹീം നൃപാം. അനന്തരം ഹരിയാൽ പ്രേരിപ്പിക്കപ്പെടുന്ന മനുക്കൾ ഇന്ദ്രിയ നിഗ്രഹത്തിൽ സമർത്ഥന്മാരായി ഹേ രാജൻ അവരവരുടെ കാലത്തിൽ ധർമ്മത്തെ 4 പാദങ്ങളോടുകൂടിയതായിട്ട് ശരിയായി ഭൂമിയിൽ സഞ്ചരിപ്പിക്കുന്നു. അപ്പോൾ മനുസ്മൃതി കത്തിച്ചാൽ അതിലുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് മനുസ്മൃതിക്കല്ല കുഴപ്പം. മനുസ്മൃതി ആര് പ്രാവർത്തികമാക്കണില്ല അവർക്ക് നഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഹേ രാജാവേ, ഋഷികളുടെ ഉപദേശാനന്തരം ആ ധർമ്മം പരിപൂർണമായിട്ടും പ്രചരിപ്പിക്കുവാൻ സർവന്തര്യാമിയായ ഭഗവാൻ ആരാ? എല്ലാവരുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നവനാണ്. ഭഗവാൻ മനുക്കളെ പ്രേരിപ്പിക്കുന്നു. ആ മനുക്കൾ അവരവരുടെ കാലത്തിൽ ജനസമുദായത്തെ ധർമ്മം തെറ്റാതെ നടക്കാൻ ശാസിക്കുന്നു. അവരാണ് രാജാക്കന്മാർ. ആരെ? ജനങ്ങളെ നേരായ വഴിയിൽ നയിക്കുന്നവരാണ് രാജാക്കന്മാർ. ശാസിച്ചു നടത്തുവാനുള്ള അധികാരം അവർക്കാകയാൽ ജനങ്ങളെ ധർമ്മം തെറ്റാതെ ഇരിക്കുവാനായി ശാസിക്കുകയും തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനും ഇതിന് എന്താ വേണ്ടത്? പ്രൂഫ്. ഈ അധികാരം രാജാവിനുള്ളതാണെന്ന് അങ്ങ് അറിയുമല്ലോ എന്ന് പറഞ്ഞു. 6 പാലയന്തി പ്രജാപാലായാവദന്തം വിഭാഗശ യജ്ഞഭാഗഭുജോ ദേവാ യേ തത്രാന്യുദാശ്ചതേ. യജ്ഞഭാഗങ്ങളെ അനുഭവിക്കുന്ന ദേവന്മാർ അതിൽ യാതൊരുവൻ അവരോട് ചേർന്നവരോ അവരോടുകൂടി പ്രജാപാലന്മാർ വിഭജിച്ചിട്ട് അവസാനം വരെ പാലിക്കുന്നു. അവസാനം വരെ, ടിൽ ദി എൻഡ്, ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത് എന്ന് പറയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം
മനുപുത്രന്മാരായ രാജാക്കന്മാരും അവരുടെ പുത്രപൗത്രാദികളും യജ്ഞഭാഗം അനുഭവിക്കുന്ന ദേവന്മാരും അവരുടെ ഗണങ്ങളും കൂടി ചേർന്ന് മന്വന്തരാവസാനം വരെ പ്രജകളെ മര്യാദ തെറ്റാതെ പരിപാലിക്കുന്നു. ശ്ലോകം 7. ഇന്ദ്രോ ഭഗവതാ ദത്താം ത്രൈലോക്യശ്രിയമൂർജിതാം ഭുജാനപാതിലോകാം സ്ത്രീൻ കാമം ലോകേ പ്രവർഷതി. ഭഗവാനാൽ ദാനം ചെയ്യപ്പെട്ടതും അതിശക്തിയോടുകൂടിയതുമായ ഊർജിത, നമ്മൾക്ക് ഊർജം എവിടുന്നാണ് കിട്ടുന്നത്? ഈശ്വരനിൽ നിന്ന്. ഈശ്വരൻ എവിടെയായിരിക്കണത്? അവരവരുടെ ഹൃദയ കമലത്തിൽ. അപ്പോൾ ഈശ്വരനെ സംബന്ധിക്കുന്ന നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടണോ? ഊർജം കിട്ടണം. അതിന് ഈ 6 പാക്ക് മസിൽസും ഒന്നുമല്ല കാര്യം. മനസ്സിൻ്റെ ധൈര്യമാണ് ആവശ്യം, മനോധൈര്യം. അപ്പോൾ പറയണു, ത്രിലോകാധിപത്യ ലക്ഷ്മിയെ ഭുജിക്കുന്ന ഇന്ദ്രൻ 3 ലോകങ്ങളെ രക്ഷിക്കുന്നു. ലോകത്തിൽ യഥേച്ഛം വർഷിക്കുന്നു. ഇഷ്ടം പോലെ വർഷം ഉണ്ടായാൽ ഉണ്ടാവും, ധനധാന്യങ്ങൾ ഉണ്ടാവും. ധനധാന്യങ്ങളാണ് എന്തിനാ ചെയ്യണത്? പ്രാണനെ നിലയ്ക്ക് നിർത്തുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ശരിയായ ധാന്യങ്ങൾ കഴിക്കാതെ കണ്ട് എരിവും പുളിയും കഴിച്ചാൽ എന്താ ഉണ്ടാവുക? പ്രാണൻ നശിക്കുക ചെയ്യുക. ഇതാരാ പറഞ്ഞു കൊടുക്കുക? പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. എനിക്ക് തലയ്ക്ക് ഒരു കുഴപ്പമില്ല. പ്രശ്നമില്ലേ? കൂടുതൽ കരിച്ചതും പുകച്ചതും ഉപ്പും പുളകും കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു വിരോധിയായിട്ടല്ല. ഞാൻ എന്തിനെ വിരോധിക്കണത്? തെറ്റായ ആഹാര രീതിയെ, തെറ്റായ പ്രവണതകളെ ഞാൻ വിമർശിക്കും. എന്തിനു വേണ്ടി? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അത്രയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഭഗവാനാൽ നൽകപ്പെട്ടിരിക്കുന്ന ഊർജിതമായ ത്രിലോകാധിപത്യത്തെ അനുഭവിക്കുന്ന ഇന്ദ്രൻ. അപ്പോൾ ഈ ഇന്ദ്രൻ സത്യത്തിൽ സൂക്ഷ്മാർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലാണ്. അതായത് തൻ്റെ കരബലം, കയ്യൻ്റെ ഊക്കാണ് ആരാ? ഇന്ദ്രൻ. അപ്പോൾ അതിനെ നെഗറ്റിവിറ്റിയിൽ ഉപയോഗിക്കരുത്, പോസിറ്റിവിറ്റിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു, ഇന്ദ്രൻ 3 ലോകങ്ങളെയും രക്ഷിക്കുന്നു. ലോകത്തിൽ ആവശ്യാനുസരണം വർഷിച്ച് സസ്യാഭിവൃദ്ധി വരുത്തി പ്രജാ അഭിവൃദ്ധി സംരക്ഷിക്കുന്നത് ഇന്ദ്രൻ്റെ പ്രവൃത്തിയാകുന്നു. ലെറ്റ് ഹിം ഡു ഹിസ് വർക്ക്. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യാം. ശ്ലോകം 8. ജ്ഞാനം ച അനുയുഗം ഭ്രൂതേ ഹരേ സിദ്ധസ്വരൂപധൃക് ഋഷിരൂപധര കർമ്മ യോഗം യോഗേശ്വരരൂപധൃക്. യുഗം തോറും സിദ്ധസ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ജ്ഞാനത്തെയും ഉപദേശിക്കുന്നു. ഋഷിരൂപം ധരിച്ചവനായി കർമ്മത്തെയും യോഗേശ്വര രൂപത്തെ ധരിച്ചവനായിട്ട് യോഗത്തെയും ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ഉപദേശിക്കലാണ്. അപ്പോൾ അറിവുള്ളവർ ഉപദേശിക്കുന്നത് അവരവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കാരണം എന്താ? എൻ്റെ ഗുരുനാഥൻ 95 1995 കർക്കിടക മാസം അവസാനം രാമായണ മാസം കഴിഞ്ഞപ്പോൾ പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മ ബാങ്കിലത്തെ ബാലൻസ് എൻ്റെ ആധ്യാത്മിക ബാങ്കിലത്തെ അസറ്റാക്കി എൻട്രി ചെയ്തു. അവിടെയാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഐക്യം കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ലൗകിക ബാങ്കിലത്തെ അക്കൗണ്ട് പൂജ്യമാണ്. അന്നും അതെ. എനിക്കത് പ്രശ്നമല്ല. കാരണം എന്താ? എൻ്റെ കാര്യങ്ങൾ ഭഗവാൻ നോക്കി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ മകൻ കീനോട്ട് അഡ്രസ്സ് ലെക്ചർ കൊടുക്കാനാണ് വന്നത്. വളരെ ഗംഭീരമായിട്ട് പോയി. അപ്പോൾ അയാൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യണം. ആധാറിലും പാൻ കാർഡിലും ഒക്കെ പേര് പലതരത്തിലാണ്, റേഷൻ കാർഡിലും, നാട്ടിലുള്ള റേഷൻ കാർഡിലും. പക്ഷേ അതെല്ലാം പൂ പോലെ റെക്ടിഫൈ ചെയ്ത് മുഖവിലയ്ക്ക് എടുത്തിട്ട് പോലീസ് വെരിഫിക്കേഷന് ഹാജരാക്കാൻ പറഞ്ഞു. ഇന്ന് കാലത്ത് അയാൾ മലപ്പുറത്ത് പോയി പേപ്പർ സബ്മിറ്റ് ചെയ്തു. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് വീട്ടിൽ
വെരിഫിക്കേഷൻ വന്നു. അയാൾ പറഞ്ഞു നിശ്ചയിക്കാൻ നാളെ അല്ലെങ്കിൽ വിത്തൗട്ട് ഫെയിൽ ഡേ ആഫ്റ്റർ ടുമോറോ മോർണിംഗ് യു വിൽ ഗെറ്റ് ഇറ്റ്. അതെങ്ങനെ സംഭവിക്കുന്നത്? രാജാവായിട്ടല്ല, പിന്നെയോ രാജഗോപാലൻ്റെ മകനായിട്ടാണോ ചോദിച്ചാൽ അതെ. കാരണം എന്താ? രാജഗോപാലൻ എന്താ ചെയ്യണത്? പട്ടാമ്പി എന്തിനാ രാജഗോപാലൻ? പട്ടാമ്പി എന്താ ചെയ്യണത്? ഉള്ള സമയത്ത് ശ്രീഹരി കഥ മുങ്ങിത്താഴാണ് ഞാൻ. ആ മുങ്ങിത്താഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ മാധുര്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളത് എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ പ്രധാനം എന്നിലുള്ള ചൈതന്യം എന്നെ പ്രേരിപ്പിച്ച് എന്നിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങളെ എന്നിലുള്ള ഭഗവാൻ ആസ്വദിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലാണ് ഭാഗവത പഠനത്തിൻ്റെ നാരായ വേര്. ഞാൻ ആത്മാരാമത്വത്തിൽ ഞാനിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് യോഗത്തെയും ഉപദേശിക്കുക. ഇതൊക്കെ ഞാൻ ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു എന്താ പറയുക, മോട്ടിവേഷൻ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യലാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്, പ്രസംഗവശാൽ ഭഗവാൻ മറ്റനേക രൂപങ്ങളെ ധരിച്ചിട്ടും ലോകയാത്രയെ നിർവഹിക്കുന്നുവെന്ന് പറയുന്നു. യുഗംതോറും ശ്രീഹരി സനകാദി സിദ്ധന്മാരുടെ സ്വരൂപത്തെ ധരിച്ചിട്ട്, അപ്പോൾ കാണപ്പെടുന്നവരെല്ലാം ഈശ്വരനാണ്. സനകാദികൾ, ദേവർഷിയായിട്ടുള്ള നാരദര്, വ്യാസര്, ശുഗര് ആർക്കാ പറഞ്ഞു കൊടുക്കണത്? പരീക്ഷത്തിന്. അപ്പോൾ പരീക്ഷത്ത് ഞാനും നിങ്ങളൊക്കെ ആരാ? വൈഷ്ണവചിത്തന്മാരാണ്. സാത്വിക ഗുണനിധികൾ തന്നെയാണ് വൈഷ്ണവചിത്തന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ ആരുടെയും ജാതിയും മതമല്ല പ്രശ്നം. നാം ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഭാഗവതം എന്താണ്? മനസ്സിലായില്ലേ? അപ്പോൾ ജ്ഞാനത്തെയും ഋഷിരൂപത്തെ ധരിച്ച കർമ്മത്തെയും ദത്താത്രേയാദി യോഗേശ്വര രൂപത്തെ സ്വീകരിച്ചിട്ട് യോഗമാർഗത്തെയും ഉപദേശിക്കുന്നു. അപ്പം നത്തിങ് അതർ ദാൻ ഗോഡ്, അങ്ങനെ പറയാം. കാണപ്പെടുന്നതെല്ലാം നാരായണ പ്രതിമകൾ. പ്രതിമ എന്ന് പറഞ്ഞാൽ രൂപമുള്ളതെന്നർത്ഥം അല്ലേ? അത്രയേ ഉള്ളൂ. 9ാമത്തെ ശ്ലോകം. സർഗം പ്രജേശരൂപേണാന്തസ്യുൻഹന്യാൻ സ്വരാടുവഭൂ കാലരൂപേണ സർവേഷാം അഭവായ പൃഥഗുണാം. പ്രജേശസ്വരൂപത്തോടുകൂടി സൃഷ്ടിയെയും രാജമൂർത്തിയായിട്ട് ചോരന്മാരെ ഹനിക്കുകയും വെവ്വേറെ ഗുണങ്ങളോടുകൂടിയവൻ കാലസ്വരൂപത്താൽ സർവങ്ങളുടെയും നാശത്തിനായി കൊണ്ടും. സൃഷ്ടിക്കും പരിപാലനത്തിനും നാശത്തിനും കാരണം ഈശ്വരനാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാ വഴിപാട് ചെയ്യുന്നത്? കാര്യലാഭത്തിന് വേണ്ടിയിട്ട്. ഈശ്വരൻ തന്നിലിരുന്ന് സൃഷ്ടി ചെയ്യണു, തന്നിലിരുന്ന് പരിപാലനം ചെയ്യണു, തന്നിലിരുന്ന് നാശം സംഭവിപ്പിക്കുന്നു. അപ്പം നമ്മുടെ പങ്കെന്താ? നമ്മുടെ പങ്ക് ചൈതന്യമാകുന്ന ബ്രഹ്മ ചൈതന്യത്തിന് സഞ്ചരിക്കാനുള്ള രഥമായി തീരുക. അതിനെ വേണ്ട പോലെ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭഗവാൻ തന്നെ മരീചാദി പ്രജാപതികളായിട്ട് ലോകത്തിൽ പ്രജകളെ വർദ്ധിപ്പിക്കുന്നു. രാജാവായിട്ട് കള്ളന്മാർ മുതലായ പ്രജാദ്രോഹികളെ ദണ്ഡിക്കുന്നു. കാലസ്വരൂപനായിട്ട് സകലത്തെയും സംഹരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഭഗവാൻ തന്നെ സംഹരിക്കുന്നതെങ്ങനെയെന്ന് ശങ്കിക്കേണ്ട, ശ്രദ്ധിക്കണം. രജോ ഗുണാംഗീകാരത്താൽ സൃഷ്ടിയും സത്വഗുണത്താൽ രക്ഷയും തമോ ഗുണത്താൽ അനിഹിലേഷനും ഗുണത്താൽ സംഹാരവും ഭിന്ന ഗുണങ്ങളെ അംഗീകരിക്കുന്ന ഏകനായ ഭഗവാൻ തന്നെ സൃഷ്ടിയാദി 3 വിധ കർമ്മങ്ങളെയും നടത്തുന്നതിൽ ആശ്ചര്യത്തിന് അവകാശമില്ല. അപ്പം എനിക്ക് ആശ്ചര്യമില്ല. കാരണം എന്താ? ഞാനിത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അപ്പം എനിക്ക് ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കണം ഞാൻ. അപ്പോൾ പറയണു അഭാവായ എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. അർത്ഥം ഒന്നു തന്നെ എന്ന് പറഞ്ഞു.
ഇനി എനിക്ക് തോന്നുന്നത് ഏറ്റവും ചുരുക്കം ശ്ലോകങ്ങളൊരു അധ്യായമാണത്. 11 ശ്ലോകമേ ഉള്ളൂ ഇതിൽ, സ്മാളസ്റ്റ് വൺ. ഇന്നലത്തെ ശ്ലോകത്തിൽ പിന്നെ 36 ശ്ലോകം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 32 മിനിറ്റിലതും പറഞ്ഞു. ഇവിടെ 12 ശ്ലോകമേ ഉള്ളൂ, 11 ശ്ലോകമേ ഉള്ളൂ വിചാരിച്ചാൽ അതും 10-28 മിനിറ്റിൽ പറയണം. ഇവിടെ എന്താണ് കാരണം? ഇന്നലത്തേത് വെറും പ്രോനൗൺസ് ഹൈറാർക്കി പറയണം മാത്രം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിലൊരു സബ്ജക്റ്റ് ഉണ്ട്. ഐ ആം സോ ഹാപ്പി. ഒരേ കാര്യം തന്നെ വായിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥ ഉണ്ട്. എനിക്ക് വേണ്ടിയിട്ട് എഴുതിയത് ഇനിയും വായിക്കാൻ സാധിക്കണം. ഇപ്പം ഞാൻ സൈമൾട്ടേനിയസ്ലായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട്, ഇതെന്നെ ക്ലാസ്സായിട്ട് പോകുന്നുണ്ട്, അക്കിത്തത്തിൻ്റെ ഭാഗവതം വായിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ദിവസേന 2-3 അധ്യായം വായിക്കാൻ പറ്റുന്നുണ്ട്. എന്താ കാരണം? എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജം അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ സമാധാനം, ശാന്തി, ക്ഷമ, ഐശ്വര്യം എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവർണ്ണനീയം എന്നൊരൊറ്റ വാക്കിൽ നിർത്താൻ ഞാൻ. അപ്പോൾ ശ്ലോകം 10. സ്തൂയമാനോ ജനൈരേഭിർമായയാ നാമരൂപയാ വിമോഹിത ആത്മാഭിർനാനാ ദർശനൈ ന ദൃശ്യതേ. എന്താ പറഞ്ഞത്? നാമരൂപങ്ങളോടുകൂടിയ മായയാൽ വിമോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ഈ ജനങ്ങളാൽ നാനാശാസ്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്നുവെങ്കിലും കാണപ്പെടുന്നില്ല. ഈശ്വരനെ കാണാൻ പറ്റില്ല, അനുഭവിക്കാം. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രുക്മിണി എടുത്തിട്ട്, കൃഷ്ണനെ എടുത്തിട്ട് ഞാൻ ശ്രീകൃഷ്ണ രുക്മിണി സ്വയംവരം നടത്തി എന്ന് പറഞ്ഞത് അപക്വമതികളാണ്. മനസ്സിലായില്ലേ? തർക്കമില്ല. സ്വന്തം കാശുകൊണ്ട് വേറൊരു കുട്ടിയുടെ വിവാഹം, രുക്മിണിന്ന് തൽക്കാലം അവളെ തന്നെ നമുക്ക് രുക്മിണിന്ന് വിളിക്കാം, അവളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? രക്ഷപ്പെട്ടു. രുക്മിണി വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയാം. കാരണം അവിടെ നമ്മുടെ ധനം നമ്മൾ ത്യാഗം ചെയ്യാണ്. ആ ത്യാഗത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ത്യാഗിയിലാണ്, ത്യാഗ മനോഭാവത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, യാതൊരു ഭഗവാൻ സ്വതന്ത്രനായിട്ട് സൃഷ്ടിയാദി ലീലകൾ നടത്തുന്നുവോ ആ ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം ആരാലും അറിയപ്പെടുന്നില്ലെന്ന് കാണിക്കുന്നു. അറിയുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല എന്നർത്ഥം. നാമരൂപാത്മികമായ മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ഈ ജനങ്ങളാൽ ഓരോ വിധം ദർശനങ്ങളെ ആസ്പദമാക്കിയിട്ട് സ്തുതിക്കപ്പെടുന്നുവെങ്കിലും അവരാരും ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയുന്നവരല്ല. ഇങ്ങനെ വായിച്ച് പഠിക്കണം. അല്ലാണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം പോരൂ, ഞാൻ ചതുർധാമിൽ കൊണ്ടുപോകാം, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ എല്ലാ സ്ഥലവും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് എഗ്രി ദാറ്റ്. സ്ഥലങ്ങൾ കാണലല്ല മഹത്വം. ഞാൻ എൻ്റെ സ്ഥലത്തെ വൈകുണ്ഠവും സത്യലോകവും കൈലാസവും ആക്കി തീർക്കുകയാണ്. എന്താ കാരണം? എൻ്റെ മാനസികാവസ്ഥ. ഞാൻ എവിടെയും പോകണില്ല, എനിക്ക് എവിടെയും പോകണ്ട. പറഞ്ഞു വിഷയം. 11 അവസാനത്തെ ശ്ലോകം പറയുന്നു, ഏതൽ കൽപ്പവികൽപസ്യ പ്രമാണം പരികീർത്തിതം യത്ര മന്വന്തരാണ്യാഹു ചതുർദശപുരാവിതാം. ഈ പ്രമാണം വഴി പോലെ കീർത്തിക്കപ്പെട്ടു. യാതൊന്നിൽ പൂർവ്വവിദ്വാൻമാർ 14 മന്വന്തരങ്ങളെ പറയുന്നു എന്ന് പറഞ്ഞു. അതായത് അതിലെ ഭാവാർത്ഥം പറയണു. ദിവരാർത്ഥകാലം ആയുസ്സോടുകൂടിയ ബ്രഹ്മാവിൻ്റെ കാലത്തിന് കൽപ്പമെന്നു പേർ. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിന് വികൽപ്പം അഥവാ അവാന്തരകൽപ്പം എന്നു പേർ. ഈ അവാന്തരകൽപ്പത്തിൽ 14 മന്വന്തരങ്ങൾ കഴിയുമെന്ന് പൂർവകാലത്തിലെ വിദ്വാൻമാർ പറയുന്നു. ഹേ രാജാവേ, കൽപ്പവികൽപ്പങ്ങളുടെ കാലാവധി ഇപ്രകാരം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു.
ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ സംബൽസു സർവദാന പ്രകരണേ മന്വാദി കർമ്മ നിരൂപണം നാമ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ലോകാസമസ്ത എന്താ പറയുക, ശുഭമസ്തു നിൽക്കുന്നുള്ള ലോകാസമസ്ത. അതാണ് ഓർമ്മിച്ച് പറയുമ്പോൾ നേരെ വെച്ചൊരു ഒഴുക്കനായിട്ട് പറഞ്ഞ ലോകാസമസ്ത സുഖിനോ ഭവന്തു. മനസ്സിൽ ഈശ്വരീയത ഉള്ളപ്പോഴാണ് വാക്കുകൾ തളരണത്. പ്രമോഷയോ അതിൽ ലയിക്കുക. എന്താവട്ടെ, ഐ ആം ഹാപ്പി, ദാറ്റ്സ് ആൾ, നത്തിങ് എൽസ്. നമസ്കാരം, നാളെ കാണാം.